1887 മെയ് മാസത്തിൽ തൃശൂർ, കോട്ടയം വികാരിയാത്തുകൾ സ്ഥാപിതമായപ്പോൾ മാർ ലവീഞ്ഞ് മെത്രാനാണ് കോട്ടയം വികാരിയാത്തിന്റെ വികാരി അപ്പസ്തോലിക്കയായി നിയമിതനായത്. ലവീഞ്ഞ് മെത്രാൻ മത്തായി അച്ഛനെ ബ്രഹ്മമംഗലം സെമിനാരിയിലെ പ്രൊഫസറായി നിയമിച്ചു. അതോടൊപ്പം ബ്രഹ്മമംഗലം, കടുത്തുരുത്തി പള്ളികളുടെ വികാരിയായും അദ്ദേഹം നിയമിക്കപ്പെട്ടു. 2 വർഷം കഴിഞ്ഞ് 1889 ലവീഞ്ഞ് മെത്രാൻ തെക്കും വടക്കും വിഭാഗക്കാർക്കായി പ്രത്യേകം വികാരി ജനറൽമാരെ നിയമിച്ചപ്പോൾ തെക്കും ഭാഗ വികാരി ജനറലായി മാക്കീൽ മത്തായി കത്തനാരെ നിയമിച്ചു. വികാരി ജനറലായി സേവനം ചെയ്തു വരുമ്പോൾ സമുദായത്തിലെ സ്ത്രീ വിദ്യാഭ്യാസ ആധ്യാത്മിക പുരോഗതി ലക്ഷ്യമാക്കി 1892 ജൂൺ 24 കൈപ്പുഴയിൽ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന് ആരംഭം കുറിച്ചു. 1896 സീറോ മലബാർ വികാരിയാത്തുകളെ തൃശൂർ, എറണാകുളം, ചങ്ങനാശ്ശേരി എന്നീ 3 വികാരിയാത്തുകളായി വിഭജിച്ച് നാട്ടുമെത്രാന്മാരെ നിയമിക്കുവാൻ തീരുമാനിച്ചു. ചങ്ങനാശ്ശേരി വികാരിയാത്തിന്റെ വികാരി അപ്പസ്തോലിക്കയായി മോൺസിഞ്ഞോർ മാത്യു മാക്കീലിനെയാണ് നിയമിച്ചത്. 1896 ഒക്ടോബർ 25 കാൻഡിയിൽ വെച്ചാണ് അദ്ദേഹം അഭിഷേകം ചെയ്യപ്പെട്ടത്. 15 വർഷക്കാലം അദ്ദേഹം വികാരി അപ്പസ്തോലിക്കയായി ചങ്ങനാശ്ശേരിയിൽ സേവനം ചെയ്തു. തിരുഹൃദയ സന്നിധിയിൽ തന്നെ വേദനിപ്പിച്ചവരെ സമർപ്പിക്കുകയും ക്ഷമിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വിശുദ്ധ ജീവിതം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത്. മാർ മാക്കീൽ ചങ്ങനാശ്ശേരി വികാരിയാത്തിന്റെ വികാരി അപ്പസ്തോലിക്കയായിരുന്ന കാലത്ത് സുറിയാനി സഭയുടെ ക്രമീകരണത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ദക്കറേത്ത് പുസ്തകം. സീറോ മലബാർ സഭയുടെ കാനോനിക ചരിത്രത്തിലെ പ്രധാന നിയമസംഹിതയായി ഇത് ഇന്നും നിലനിൽക്കുന്നു. വേദോപദേശ പഠനത്തിനായി ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം 1909 അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. വരാപ്പുഴയിൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ തെക്കും ഭാഗർക്കായി പ്രത്യേക ഭരണ സംവിധാനത്തിനായി മാർ മാക്കീൽ നിവേദനങ്ങൾ റോമിലേക്ക് അയച്ചിരുന്നു. ഇപ്പോൾ ചങ്ങനാശ്ശേരി വികാരിയാത്തിൽ സമാധാനവും സന്തോഷവും സംസ്ഥാപിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളുമായി മാക്കീൽ പിതാവ് റോമിലേക്ക് യാത്രയായി. 1911 മെയ് 22 10-ാം പിയൂസ് മാർപ്പാപ്പയെ നേരിൽ കണ്ടു. തൃശൂർ, എറണാകുളം വികാരി അപ്പസ്തോലിക്കമാർ കൂടി ഒപ്പിട്ട നിവേദനം പരിശുദ്ധ പിതാവിന് നേരിൽ സമർപ്പിച്ചു. നീണ്ട 3 മാസങ്ങളിലെ രാത്രിയാമങ്ങളിൽ പ്രാർത്ഥന. അവസാനം 1911 ആഗസ്റ്റ് മാസം 29 വിശുദ്ധ 10-ാം പിയൂസ് പാപ്പ ഇൻ യൂണിവേഴ്സി ക്രിസ്ത്യാനി എന്ന തിരുവെഴുത്തിലൂടെ ജ്ഞാനായ സമുദായത്തിന് മാത്രമായി കോട്ടയം വികാരിയാത്ത് അനുവദിക്കുകയും മാക്കീൽ പിതാവിനെ കോട്ടയം വികാരി അപ്പസ്തോലിക്കയായി നിയമിക്കുകയും ചെയ്തു. പരിമിതമായ സൗകര്യങ്ങളോടെ ആരംഭിച്ച ജ്ഞാനായ വികാരിയാത്തിന്റെ തലവനായി 3 വർഷക്കാലം പോലും തികയ്ക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി അദ്ദേഹത്തെ അനുവദിച്ചില്ല. തന്റെ പൗരോഹിത്യത്തിന്റെ ആരംഭം മുതൽ സ്വപരിശ്രമം കൊണ്ട് ജ്ഞാനായ വികാരിയാത്തിന് അടിത്തറ പാകുകയായിരുന്നിരിക്കണം അദ്ദേഹത്തിന്റെ ജീവിത നിയോഗം. 1914 ജനുവരി 26 നവജാത കോട്ടയം വികാരിയാത്തിനെ കണ്ണീരിലാഴ്ത്തി അഭിവന്ദ്യ മാക്കീൽ പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു. 95 വർഷങ്ങൾ തികയുന്ന ദിവസം 2009 ജനുവരി 26 നവജാത കോട്ടയം അതിരൂപതയിലേക്ക് ദൈവദാസനായി പ്രിയ പിതാവിനെ ദൈവപിതാവ് അയച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പ്രിയ പിതാവേ, അതിരൂപതയെ വിശുദ്ധീകരിക്കണമേ. 2007 ഡിസംബർ 8 അഭിനന്ദ മൂലക്കാട്ട് പിതാവ് മാക്കി പിതാവിന്റെ നാമകരണ നടപടികളെക്കുറിച്ച് പഠിക്കുന്നതിനായി പോസ്റ്റ്ലേറ്ററായിട്ട് എന്നെ നിയമിച്ചു. അങ്ങനെ നിയമിച്ചെന്നെ അത് പഠിക്കാൻ തുടങ്ങിയ അന്നു മുതൽ പിതാവിനെ നേരിട്ട് കണ്ടിട്ടുള്ള ആരും തന്നെ ഇല്ല എങ്കിലും പിതാവിനെ കേട്ടിട്ടുള്ള ഒരു 90 പേരുടെ സാക്ഷി എനിക്ക് കേൾക്കാനിടയായി. അവരെല്ലാം പിതാവിന്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് വളരെ മനോഹരമായുള്ളൊരു ചിത്രീകരണമാണ് അവർ തന്നത്. ഇപ്പോൾ ഇടയ്ക്കാട്ട് പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടയ്ക്കാട്ട് കബറിടത്തിൽ അനേകർ അന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും അവരനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുന്നതായിട്ടുമുണ്ട്.